നിലവിൽ അങ്ങ് ദൈവമാണ്. നമ്മുടെ ദൈവസങ്കല്പം പലരുടെയും ഇങ്ങനെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മാലയൊക്കെ ഇട്ട് ആ ഒരു സങ്കല്പത്തിൽ നമ്മുടെ ദൈവസങ്കല്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർത്ഥത വേണ്ട എന്ന് ആരോടും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സാർത്ഥതയെ ഇൻവേർട്ടഡ് കോമയിൽ താങ്കൾ കാണുന്ന കുഴപ്പം. സർക്കാരിന് പോലും പറ്റാത്ത പല കാര്യങ്ങളും ഇത്തരം ആൾ ദൈവങ്ങളെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ചെയ്യുന്നു. ആളല്ലാതെ പിന്നെ ആരാണ് ദൈവമാകേണ്ടതെന്നാണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. നമസ്തേ. എനിക്ക് ദൈവമാകാൻ പറ്റുമോ? ഞാൻ നാളെ രാവിലെ എണീറ്റിട്ട് പറയണം, ഇന്നു മുതൽ ഞാൻ ദൈവമാണ്. അങ്ങനെ ആകാൻ പറ്റും? തീർച്ചയായിട്ടും ഉത്തരം 100% യെസ്. അങ്ങയുടെ ചോദ്യം അങ്ങക്ക് ദൈവമാകാൻ പറ്റുമോ? എൻ്റെ ഉത്തരം 100%. നിലവിൽ അങ്ങ് ദൈവമാണ്. അപ്പം അങ്ങയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യം വരും, എന്ത് മണ്ടത്തരമാണ് ഈ ശ്രീഹരി വാസുദേവൻ പറയുന്നത് അങ്ങേ ഒരു ദൈവമായിട്ട്. നോക്കൂ, ദൈവം എന്നുള്ള വാക്കിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം ദിവ്വ്, അതായത് വെളിച്ചം, പ്രകാശം എന്നുള്ള ധാതുവിൽ നിന്നാണ് ദൈവമെന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആരാണോ തൻ്റെ ഉള്ളിലെ നന്മയെ പ്രകാശിപ്പിക്കുന്നത്, ആരാണോ തൻ്റെ ഉള്ളിലെ അറിവിനെ പ്രകാശിപ്പിക്കുന്നത്, ആരാണോ ആ അറിവും നന്മയും സ്നേഹം കൊണ്ട് ലോകത്തിൽ അത് വേണ്ടി ഒരാളെ കൈപിടിച്ചുയർത്തുന്ന അവരെല്ലാവരും മറ്റേ ആളിൻ്റെ മുന്നിൽ ദൈവമാണ്. നമ്മുടെ ദൈവസങ്കല്പം പലരുടെയും ഇങ്ങനെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മാലയൊക്കെ ഇട്ട് ആ ഒരു സങ്കല്പത്തിൽ നമ്മുടെ ദൈവസങ്കല്പം അങ്ങനെ ആയതുകൊണ്ടാണ്. നോക്കൂ, ഇതിൻ്റെ അൾട്ടിമേറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എവരി ഹ്യൂമൻ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. ലോകത്തിലെ ഏതൊരു മനുഷ്യനും ദൈവികമായ സാധ്യതയോടു കൂടിയവനാണ്. എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തെ കാണുന്നത് നമ്മുടെ കണ്ണട കൊണ്ടാണ്. മഞ്ഞ കണ്ണട വെക്കുന്നവന് ലോകം എങ്ങനെ കാണും? മഞ്ഞ. പച്ച കണ്ണട വെക്കുന്നവർക്ക് എങ്ങനെ ലോകം കാണും? പച്ച. അതുകൊണ്ടാണ് കവി പാടിയത്, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. നമ്മുടെ കണ്ണട മങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റിയിട്ട് നന്മയുടെ, സ്നേഹത്തിൻ്റെ, അറിവിൻ്റെ കണ്ണട എപ്പം നമ്മൾ വെക്കുന്നോ ആ കണ്ണടയിലൂടെ ലോകത്തെ കാണുന്നു, അന്നു മുതൽ നമ്മുടെ ഉള്ളിലെ ദൈവികത സ്റ്റാർട്ടഡ് ബ്ലോസമിങ്. ഞാൻ ചാനൽ നടത്തുന്നു, ആളുകൾ കാണുന്നു, അങ്ങ് പറഞ്ഞ് ഈ ആശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുമ്പോൾ ദൈവമായി അവർ കാണുന്നു. അതിന് പിന്നിൽ എനിക്കൊരു സ്വാർത്ഥതയില്ലേ? അപ്പോൾ ഞാൻ എങ്ങനെ ദൈവമാകും? തീർച്ചയായിട്ടും ദൈവത്തിനും ഞാൻ പറയുന്നത് സാർത്ഥത വേണ്ട എന്ന് ആരോടും ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ഇതുവരെയുള്ള കോൺവെർസേഷന് സാർത്ഥത വേണ്ട എന്ന്. നന്മയ്ക്കു വേണ്ടി താങ്കൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥനായിക്കോളൂ. ലോകത്തിൽ ഏറ്റവും അധികം നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാകണമെന്നുള്ള സാർത്ഥതയുടെ പരമകോടിയിലേക്ക് അങ്ങോട്ട് പോയിക്കോളൂ. എന്താ കുഴപ്പം? സാർത്ഥതയെ നമ്മൾ കാണുന്നത് ഞാൻ എൻ്റെ ചാനൽ. അതിനപ്പുറം അമേസിംഗ് റേ എന്ന് പറയുന്നത് ലോകത്തിൽ നന്മയെ കൊടുക്കുന്ന ചാനലായി തീരണമെന്ന് അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ കുഴപ്പമുണ്ടോ? ആ സാർത്ഥതയ്ക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ സാർത്ഥതയെ ഇൻവേർട്ടഡ് കോമയിൽ താങ്കൾ കാണുന്ന കുഴപ്പം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു സാർത്ഥത ഭഗവത്ഗീതയിലെ അറിവ് ലോകത്തിന് ലാസ്റ്റ് ശ്വാസത്തിന് മുന്നേ കൊടുത്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഭഗവാനെ നീ അതിനെന്നെ പ്രാപ്തനാക്കണേ എന്ന ഒരു സാർത്ഥത എനിക്കുണ്ട്. ആ സാർത്ഥത തെറ്റാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാർത്ഥത ഉള്ള ആളാണ് ശ്രീഹരി വാസുദേവൻ. ഇനി ഒരു കഥയൂടെ പറയാം. ഒരിക്കല് വിശന്ന് വലഞ്ഞൊരാള് ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കാതെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ, അദ്ദേഹത്തിനെ നോക്കിയാൽ അറിയാം വളരെ ക്ഷീണിതനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പുതിയ തലമുറയിലെ ഒരു മോള് വന്നിട്ട് ആ മുത്തച്ഛനോട്, അപ്പൂപ്പനോട് ചോദിക്കും, എന്ത് വേണം? ഒരുപാട് പേര് വന്ന് കഴിച്ചിട്ട് പോയി, വലിയ കേവന്മാർ, BMW ബെൻസ് ഒക്കെ വന്നിട്ട് പോയതാണ്. പക്ഷേ അവിടെ ആഹാരം കഴിക്കാതിരുന്ന ഒരാളിനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് വിശപ്പിന് വാങ്ങിച്ച് തരാമോ എന്ന് ചോദിച്ച്. അപ്പോൾ ആ കടയിൽ ആ മുത്തച്ഛനെ കയറ്റുമോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും ആ മോള് പോയി സംസാരിച്ചിട്ട് മനസ്സോടെയാണെങ്കിലും ഈ ആളിനെ കൂടെ ഈ പുതിയ തലമുറയിലെ മക്കള് കൂട്ടി അകത്ത് പോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു. വയറ് നിറച്ചു മേടിച്ചു കൊടുക്കും. ആർക്ക്? രാവിലെ മുതൽ ആ കടയുടെ മുന്നിലിരുന്ന പ്രായമായ
ആ മുത്തശ്ശന് ഈ പുതിയ തലമുറയിലെ മോള് താൻ കഴിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം മേടിച്ചു കൊടുത്തു. വിശക്കുന്നവൻ്റെ മുന്നിൽ ആരാണ് ദൈവം? തനിക്ക് ആഹാരം തരുന്ന ആരും ദൈവമാണ്. ഒരിക്കൽ ദൈവം ഭൂമിയിലെ മാലാഖയോട് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് ഒന്ന് പോകുന്നു എന്ന് പറയും. മാലാഖ പറയും, അങ്ങ് ഇപ്പം അവിടെ ദൈവമായിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളുമൊക്കെയാണെന്ന് പറയും. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു മറുപടിയുണ്ട്, ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത് ഞാൻ ഈ കാണുന്ന ദൈവമായിട്ടല്ല, മറിച്ച് ആഹാരമായിട്ടും സ്നേഹമായിട്ടും അറിവായിട്ടൊക്കെ ഞാൻ ഭൂമിയിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എന്ന് ദൈവം മാലാഖയോട് പറയുന്നതിനെ നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്താൽ, തൻ്റെ മുന്നിൽ ആരാണോ തൻ്റെ വിശപ്പ് നിറയ്ക്കാൻ വേണ്ടി ആഹാരം ഒരു നേരം വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറയിലെ ഒരു മകൾ ഉയരുന്നു എങ്കിൽ ഷീ ഈസ് നൺ അതർ ദാൻ ഗോഡ്. തീർച്ചയായും ആൾദൈവങ്ങളെന്ന് വിളിച്ച് കളിയാക്കുന്നവർക്ക് ഒരു മറുപടിയില്ലേ? തീർച്ചയായിട്ടും അറിവില്ലായ്മ ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു കുറ്റമല്ലാത്തത് കൊണ്ട് ആർക്കും എന്തും പറയാം. ആളല്ലാതെ പിന്നെ ആരാണ് ദൈവമാകേണ്ടതെന്നാണ് താങ്കളുടെ അഭിപ്രായം? പശുവിന് ദൈവമാകാം, പാല് തരുന്നുണ്ട്. നായയ്ക്ക് ദൈവമാകാം, നമ്മുടെ വീട്ടിൽ സംരക്ഷിക്കുന്നുണ്ട്. കുരങ്ങിന് ദൈവമാകാം, അങ്ങനെ ആർക്കും ദൈവമാകാം. മനുഷ്യനും ദൈവമാകാം. അങ്ങനെ ആ മനുഷ്യൻ ദൈവമായിട്ട് നമ്മുടെ മുന്നേ വരുമ്പോൾ ആ ഒരു ദൈവികമായ തലത്തിലേക്ക് ഉയർന്ന ഒരാളിനെ ആൾ ദൈവം എന്ന് വിളിച്ച് കളിയാക്കി സുഖം തേടുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ അറിവില്ലായ്മ ഇന്നും ഒരു കുറ്റമല്ലാത്തത് കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമുക്കെല്ലാം ആരുടെ മുന്നിലും ദൈവികമായ തലത്തിലേക്ക് ഉയരാനുള്ള അവകാശമുണ്ട്, അവസരവുമുണ്ട്. തീർച്ചയായും അതിനെ 100% യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം അത്തരം നന്മകളെ നോക്കിക്കണ്ട് കല്ലെറിയുന്നവരോട് നമ്മൾ എന്ത് പറയാൻ? അവരോടൊക്കെ നമുക്ക് സഹതാപം മാത്രമാണ് അതിൻ്റെ മറുപടി. ചിലപ്പോൾ സർക്കാരിന് പോലും ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും കുടിവെള്ള പദ്ധതി സത്യസായി ഓർഗനൈസേഷൻ ചെയ്തത് 2500 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങൾക്ക് ചെന്നൈയിൽ വരെ എത്തി ആ വെള്ളം. അത് ചെയ്യാൻ കഴിയാത്ത, ചിലപ്പോൾ ഇന്ത്യൻ സർക്കാരിന് പോലും പറ്റാത്ത ചില പല കാര്യങ്ങളും ഇത്തരം ആൾ ദൈവങ്ങളെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ ചെയ്യുന്നുണ്ട്. ആ നന്മ കാണാതെയാണ് ഇത്തരം ആളുകളുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. അമൃതാനന്ദമയി സത്യം ഒരുപാട് നന്മ പ്രവർത്തനം ചെയ്യുന്ന ഒരു അമ്മയാണ്. സത്യം അമ്മയായി കാണാത്തത് എന്തുകൊണ്ടാണ്? ഒരിക്കൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമായിരുന്നു. അദ്ദേഹം മാതാ അമൃതാനന്ദമയി അമ്മയെ ഒരുപാട് കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ ഇരുന്ന് കുറ്റം വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ലത്തൂരാണെന്ന് തോന്നുന്നു ഒരു ഭൂകമ്പം നടന്നൊരു സ്ഥലം, മഹാരാഷ്ട്രയിൽ. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മാതാ അമൃതാനന്ദമയി മഠം 600 വീടുകൾ വെച്ച് കൊടുത്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഇതല്ലെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ ഒരു ഭൂകമ്പം നടന്ന ഒരു സ്ഥലത്ത് മാതാ അമൃതാനന്ദമയി മഠം 600 വീടുകൾ വെച്ച് കൊടുത്തു എന്നൊരു വാർത്ത ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഈ പ്രിയപ്പെട്ട സുഹൃത്ത് കുറേ നേരമായിട്ട് മാതാ അമൃതാനന്ദമയെ കുറ്റം പറയുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് ഇവിടെ എത്ര വീടുകൾ വെച്ച് കൊടുത്തു? ഞാനൊന്നും വീട് വെച്ച് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് പിന്നെ എന്ത് ചെയ്തു? ശ്രമിക്കാത്തല്ലേ? അല്ല, ഞാൻ ചോദിച്ചു, അങ്ങൊരു ഒരു ജനൽ പാളിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ സൗഹൃദം അതുപോലെ നിൽക്കട്ടെ. ഒരു ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് 1000 വീട് വെക്കുന്നിടത്ത് ഒരു ജനൽ പാളി പോലും കൊടുക്കാത്ത ഒരാൾക്ക് 600 വീട് വെച്ച് കൊടുത്ത ഒരാളെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് എന്ന് ചോദിച്ചതോടുകൂടി ഞങ്ങളുടെ അവിടുത്തെ ആ ചർച്ച ഫിനിഷായി. അത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. നമുക്ക് വെറുതെ ഒരു പണിയും ഇല്ലാത്തവർക്ക് വിമർശിക്കാം. മാതാ അമൃതാനന്ദമയി പൈസ പിരിക്കുന്നില്ല. ഉണ്ട്. ഇടയ്ക്ക് വന്നൊരു വിമർശനം ഇതാണ്, കൊറോണ വന്നപ്പോൾ അമ്മയെ കാണാനില്ലല്ലോ, ഈ ദൈവം എങ്ങോട്ട് പോയി? അതെ, ഈ സത്യസായി എവിടെ പോയി? ശ്രുതിസായി എങ്ങോട്ടോടി? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് പലരും ക്ലീശയാണെന്ന് നമ്മൾ പറയും. അതെ, അത്തരം ചോദ്യങ്ങളായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതിനടിയിലും വരും. അതെ. അപ്പോൾ അവിടെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, നോക്കൂ, നമ്മൾ ഈ ഈശ്വരീയതയും ദൈവികതയും സ്പിരിച്വാലിറ്റി എല്ലാം യഥാർത്ഥത്തിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ എല്ലാവരുടെയും, നമ്മുടെ രണ്ടുപേരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ടു ബി ഹാപ്പി എന്നുള്ളതാണ്. അതെ, ടു ബി ഹാപ്പി. ആ ഹാപ്പിനെസ് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നെങ്കിൽ അത് ശ്രേഷ്ഠമായൊരു ഹാപ്പിനെസ്സാണ്. മാതാ അമൃതാനന്ദമയി ദേവിയുടെയോ സദ്ഗുരുവിൻ്റെയോ ശ്രീ ശ്രീ രവിശങ്കറുടെ അടുക്ക പോകുന്ന ആരും മറ്റുള്ളവരെ ഉപദ്രവിക്കുമെന്ന്
ഞാൻ കരുതുന്നില്ല. ആവശ്യമുള്ളിടത്ത് 1-2 ഇൻസിഡന്റ് അവർ ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ള ചിലർക്ക്, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അത് ആവശ്യമുള്ളവർക്കാണ്. അല്ലാതെ അവര് പൈസ പിരിക്കാതെ മാതാമൃതാന്തമായി റിസർവ് ബാങ്ക് നോട്ട് അടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എവിടുന്നാണോ പൈസ കിട്ടുന്നത് ആ പൈസ വാങ്ങിയിട്ട് അർഹരായവർക്ക് കൊടുക്കുന്നു. ആ സമയത്ത് ആശ്രമത്തിൽ ഒരുപക്ഷെ നമുക്കൊരു അമ്പലം പണിയണം, ഒരു ആശ്രമം പണിയണം, ഒരു ഹോസ്പിറ്റൽ, ഇതിനൊക്കെയുള്ള പൈസ ഇവിടുന്നാണ്. അമ്മയ്ക്ക് കിട്ടുന്ന പൈസ എടുത്തിട്ട് അമ്മ നല്ല പ്രവർത്തനം, ആശ്രമത്തിൽ പോകുന്ന എല്ലാവർക്കും അമ്മ എന്തേ കൊടുക്കുന്നുള്ളൂ? തൻ്റെ ഒരു കെട്ടിപ്പിടുത്ത്, ഒരു ഹഗ് വഴി അമ്മ ലോകത്തിൽ ആകെ ഒരു കാര്യമേ കൊടുക്കുന്നുള്ളൂ. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ ഒരാളാണ് മാതാ അമൃതാനന്ദമയി ദേവി. നമ്മളെ രണ്ടുപേരും UN പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ടോ? ആരും വിളിച്ചിട്ടില്ല. അമ്മയെ മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന അമ്മയെ UN അവർ പ്രസംഗിക്കാൻ വിളിക്കുന്നു എങ്കിൽ ഷീ ഈസ് സ്പ്രെഡിങ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഹെയർ ലവ്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ എനിക്കും ദൈവമാകണം, ഇത് കേൾക്കുന്നവർക്കും ദൈവമാകണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ നന്മ നിറഞ്ഞ പ്രവൃത്തി കൊണ്ട് ലോകത്തിൻ്റെ മുന്നേ നന്മയായി തീരാനുള്ള അനുഗ്രഹത്തെ പൂർണ്ണമായി ഉപയോഗിക്കുന്നവരായി അങ്ങും ഞാനും നമ്മളെ കേൾക്കുന്നവർക്കെല്ലാം ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.